ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ ഫെറ്റ് ഞാൻ പറഞ്ഞല്ലോ 28 ഖത്തം തീർത്തു. അതിന് ഒരു മാസത്തിൽ 28 ഖത്തം തീർത്തു എന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഓരോരുത്തരുടെ മഹത്വമായിട്ട് പറയേണ്ടത്, മഹത്വമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇബാദത്ത് കൂടുതൽ നിർവഹിക്കുക, ഇൽമ് ധാരാളം ഉണ്ടാകുക, ദീനിൻ്റെ ഖിദ്മകൾ ധാരാളം ചെയ്യാൻ സാധിക്കുക, എല്ലാ ജനങ്ങൾക്കും ഉപകാരം ചെയ്യാൻ. അത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മളെപ്പോഴും നമ്മൾ ആദരിക്കുന്ന അതുപോലെ തന്നെ സ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എപ്പോഴും പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അതിനാലുണ്ടാകുന്ന ഫലങ്ങൾ വളരെ വലുതാണ്. ഒരുപാട് ആളുകൾ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. ഇപ്പോൾ അബ്ബാസ് ഹാജി മരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ സമീപത്ത് പോയി യാസീനോദി ദുആ ചെയ്തിരുന്നു. അബ്ബാസ് ഹാജിൻ്റെ അടുത്തെത്തിയപ്പോൾ മക്കളെ കൂട്ടത്തിൽ ഒരു മകൻ എന്നോട് പറഞ്ഞു, ഉപ്പ മരിക്കുന്നതിന് മുമ്പ് സിറാജുദ്ദക്ക് 1 ലക്ഷം റുപ്യ തരാൻ പറഞ്ഞിട്ടുണ്ട്, 1 ലക്ഷം റുപ്യ മുഹിമാത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 2 ലക്ഷം തോന്നുന്നുണ്ട്, പിന്നെ ഒരു സ്ഥാപനത്തിന് മയദിനാണ് 1 ലക്ഷം റുപ്യ കൊടുക്കാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം കർണാടകക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് തന്നെ ഫസ്റ്റിൽ കൊടിയത്തൂരിലുള്ള ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി എന്തോ ഒരു സംഭാവന ചെയ്തിട്ട് 1 ലക്ഷം റുപ്യ വാങ്ങിയിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പം നല്ല ദീനിനെ സഹായിക്കുന്ന ആളുകൾ, ദീനിൻ്റെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ തങ്ങന്മാരല്ലെങ്കിലും അവർ പണ്ഡിതന്മാരല്ലെങ്കിലും അവരും അവരുടെ കൂടെ തന്നെയാണ്. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സദീഖീന വശുഹദാ എന്നല്ലേ പറഞ്ഞു. ബിസിനസ്സുകാർ അവർ വിശ്വസ്തരായി സത്യവാന്മാരായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർ അവർ അമ്പിയാക്കളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ചിപ്പിയിലാണ് മുത്തുവെച്ചത് എന്ന് നമുക്കറിയില്ല. ആരാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവർ നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാമോ ചെയ്തു, അതൊക്കെ അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹു കബൂൽ ചെയ്ത് കിട്ടണം എന്ന നിലക്ക് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നമ്മളോട് അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണ് എന്ത്? മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ഞാൻ